നമസ്തേ, വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ വ്ലോഗ്. ഞാൻ ദീപ. 41 ദിവസത്തെ വ്രതം എടുത്ത് ഇരുമുടി കെട്ടുമായിട്ടാണ് സ്വാമി അയ്യപ്പനെ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 5 സ്റ്റെപ്പുകൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചുള്ള അതാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒന്നാമത്തെ പടിയിൽ ചവിട്ടുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന നല്ല നല്ല കാഴ്ചകളായിരിക്കണേ ഭഗവാനെ, നല്ലത് മാത്രമേ കാണാൻ പാടുള്ളൂ. പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചവിട്ടേണ്ടത്. അപ്പോൾ രണ്ടാമത്തെന്ന് പറയുന്നത് മൂക്കെന്ന് പറയുന്നത് മൂക്കിൽ നമ്മൾ എപ്പോഴും ശ്വസിക്കുന്നത് നല്ല ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ള എയർ. മൂന്നാമത്തെന്ന് പറയുന്നത് കാതിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല നല്ല വാക്കുകളും വചനങ്ങളും ആയിരിക്കണം. അടുത്തത് നാലാമത്തെന്ന് പറയുന്നത് ഈ വാക്കുകൊണ്ട്, അതായത് നാക്കുകൊണ്ട് ഉച്ചരിക്കുന്നതെല്ലാം നല്ല വാക്കുകളായിരിക്കണേ, കേൾക്കുന്നവർക്ക് നല്ലതായിരിക്കണം. അടുത്തത് അഞ്ചാമത്തെ എന്ന് പറയുന്നത് ത്വക്കെന്ന് പറയുന്നത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ സ്പർശിക്കാൻ, അത്രയും പവിത്രമായ സാധനങ്ങൾ തൊടാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് 5 സ്റ്റെപ്പുകളും നമ്മൾ ചവിട്ടുന്നത്. 6 മുതൽ 13 വരെയുള്ള പടികളിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥം എന്ന് പറയുന്നത് 8 ദുർഗണങ്ങളെയാണ് മാറ്റുന്നത്. അതായത് കാമം, കോപം, അത്യാഗ്രഹം, അഹങ്കാരം, ലോഭം, അസൂയ, മത്സരം, മതമെന്ന ഭ്രാന്ത്, ഇവയൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഈ പടികൾ കയറുമ്പോൾ ഓരോ ഭക്തനും ഈ 8 ദോഷങ്ങളും ഉപേക്ഷിക്കുന്നു. അടുത്ത 3 പടികളായ 14, 15, 16 പ്രകൃതിയുടെ 3 ഗുണങ്ങളായ സത്വം, രജസ്, തമസ് ഇവയെ സൂചിപ്പിക്കുന്നു. ഈ 3 പടികളും കയറിക്കഴിഞ്ഞാൽ ആത്മീയ പുരോഗതി ഉണ്ടാകുമെന്നാണ് അർത്ഥമാക്കുന്നത്. അവസാനത്തെ 2 പടികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 17ാമത്തെ പടി എന്ന് പറയുന്നത് അജ്ഞാനവും അന്ധകാരവും അകറ്റുന്നതിന് സൂചിപ്പിക്കുന്നു. 18ാം പടിയാണ് ജ്ഞാനത്തെയും വിദ്യയെയും സൂചിപ്പിക്കുന്നത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.